നമസ്കാരം, ഞാൻ ഡോക്ടർ സെറിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തൈറോയ്ഡ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റിനെ കുറിച്ചാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. തൈറോയ്ഡ് രോഗികൾ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഡയബറ്റീസ് പോലെയും അതുപോലെ തന്നെ പ്രഷർ പോലെയും കൊളസ്ട്രോൾ ഉള്ള രോഗികളെ പോലെയും ഒക്കെ വളരെ സർവ്വസാധാരണമായിരിക്കുന്നു ഈ ഒരു രോഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പൊതുവെ തൈറോയ്ഡ് മരുന്ന് കഴിച്ച് ജീവിക്കുക എന്നുള്ളതാണ് കൂടുതലും ആളുകളും അവലംബിക്കുന്നത്. പക്ഷെ മരുന്ന് കഴിച്ചതുകൊണ്ട് മാത്രം നമുക്ക് തൈറോയ്ഡ് ബാലൻസ് ചെയ്യാനും സാധിക്കില്ല. അപ്പോഴാണ് നമുക്ക് ഈ നമുക്ക് അതിന്റെ ഭക്ഷണത്തിന്റെ പ്രസക്തി വരുന്നത്. അപ്പൊ ഭക്ഷണത്തിലൂടെയും നമുക്ക് തൈറോയ്ഡ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കാം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുൻപായിട്ട് എന്താണ് ഈ തൈറോയ്ഡ് വരുന്നതിന്റെ കാരണം എന്നുള്ളത് പറയാം. നമുക്ക് അതിനുശേഷം ടൈറ്റിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ തൈറോയിഡിന്റെ കാരണം പൊതുവെ എല്ലാവരും അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് പൊതുവെയുള്ള പരക്കെയുള്ളത്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, കാരണം നമുക്ക് അമിതമായിട്ടുള്ള തടി വരുന്നതിന്റെ ഭാഗമായിട്ട് ഒബേസിറ്റി, അതേപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ വരുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഈ ഒരു തൈറോയിഡിന്റെ പ്രശ്നം വരാറുണ്ട്. മനസ്സിലായോ? പിന്നെ അതുപോലെ നമുക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൂടുന്നതിന്റെ ഭാഗമായിട്ട്, പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ പ്രഗ്നൻസിക്കൊക്കെ ശേഷം വരുന്ന സ്ത്രീകളിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസ്. അപ്പൊ നമ്മൾ തൈറോയിഡിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഹൈപ്പോ തൈറോയിഡ്സും ഹൈപ്പർ തൈറോയിഡ്സും. ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയുന്നത് TSH ഹോർമോൺസ് കൂടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ്. അത് മാത്രമല്ല, നമുക്ക് ഈ തൈറോയ്ഡ് പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസം ആണ് എന്നുള്ളതാണ്. അപ്പോ ഇത് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മള് TSH ഹോർമോൺസിന്റെ വേരിയേഷൻസും നോക്കും, അതുപോലെ T3 T4 എന്ന് പറയുന്ന ഹോർമോണിന്റെ വേരിയേഷൻസും നോക്കിയിട്ടാണ് നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. തൈറോയിഡിന്റെ ഏതൊരു ടൈപ്പ് ഓഫ് തൈറോയിഡ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ T3 എന്ന് പറയുന്നത് ട്രൈ അയഡോ തൈറോണിൻ ആണ്. T4 എന്ന് പറയുന്നത് ടെട്രാ അയഡോ തൈറോണിൻ, അതുപോലെ തൈറോക്സിൻ എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലുണ്ടാകുന്ന വേരിയേഷൻസ് അനുസരിച്ചാണ് നമുക്ക് എന്ത് തൈറോയിഡിസം ആണ്, ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചൊരു ചെറിയൊരു ഔട്ട്ലൈൻ പറയണമെന്ന് തോന്നി, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അതിനുശേഷം നമുക്ക് ഡയറ്റിലേക്ക് പറയാം. അതുപോലെ ലക്ഷണങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പലരിലും പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത്. ചിലവരിൽ ഭയങ്കരമായിട്ട് ഓവർ മേച്ചിൽ കാണും, ചിലവർക്ക് ഭയങ്കരമായിട്ട് തടി വരും, അതുപോലെ ക്ഷീണം വരും, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് ഒരുപാട് കാണാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് സങ്കടം വരിക, മനസ്സിലായ അങ്ങനെയൊക്കെ. ഇനി റെഗുലർ ആയിട്ടുള്ള, സ്ത്രീകളിൽ പറയുകയാണെങ്കിൽ റെഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, അതുപോലെ ഈ ഡിലേ ആയിട്ടുള്ള പീരീഡ്സ്, അതുപോലെ തന്നെ ഭയങ്കര ബ്ലീഡിങ്ങോട് കൂടിയിട്ടുള്ള പീരീഡ്സ്, ഇതൊക്കെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്ന ലക്ഷണങ്ങള്. അപ്പൊ ഇത് നിരക്കിന് മുടി കൊഴിച്ചില് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് തൈറോയിഡില്. അപ്പൊ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് സംബന്ധമായിട്ട് വരാം. പിന്നെ പാരമ്പര്യം ഒരു വലിയ ഘടകമാണ്. ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്ക് തൈറോയിഡ് ബുദ്ധിമുട്ടുകൾ വരാനുള്ള കാരണമാണ്. പിന്നെ സിങ്ക്, സെലീനിയം, അത്തരം സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും, കാര്യം സിങ്ക്, സെലീനിയം വളരെ അത്യാവശ്യമാണ് തൈറോയ്ഡ് ഉള്ള ആളുകളിൽ. അപ്പൊ അവിടെയാണ് നമുക്ക് ഫുഡിന്റെ പ്രസക്തി വരുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് ഒഴിവാക്കേണ്ടത് നമുക്ക് പറയാം. അപ്പോ ഫുഡിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ ഡയറ്റിലേക്കാണ് വരുന്നത്. ഫുഡിൽ നമ്മൾ ഒഴിവാക്കേണ്ടത്, അപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് തൈറോയ്ഡ് രോഗികൾ ഒഴിവാക്കേണ്ടതുണ്ട്, തൈറോയ്ഡ് രോഗികൾ കഴിക്കേണ്ടതുണ്ട്. അപ്പൊ ഒഴിവാക്കേണ്ടതിൽ പറയുകയാണെങ്കിൽ കോളിഫ്ലവർ നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്യാബേജ്, ബ്രോക്കോളി, ഇവ തൈറോയിഡിന്റെ ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയ്ക്കുന്നത് കൊണ്ടാണ് നമ്മളിത് ഒഴിവാക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അത് വിചാരിച്ച് നമ്മൾ മാസത്തിൽ ഒരിക്കൽ കഴിച്ചതുകൊണ്ട് ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ ഡെയിലി കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ സോയാബീൻ കഴിക്കരുത്, അതുപോലെ കപ്പ കഴിക്കരുത്. കപ്പയില് തൈറോസിനമൈഡ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉള്ളതുകൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയ്ക്കും. അതുകൊണ്ടാണ് അത് കഴിക്കരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീലിയാക് ഡിസീസ് ഉള്ള ആൾക്കാരെ ആണെങ്കിൽ ഈ തൈറോയിഡിന്റെ കൂടെ തന്നെ സീലിയാക് ഡിസീസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീനോട് അലർജി ഉണ്ടാവും. അപ്പൊ ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്ന ഗോതമ്പ്, മൈദ പോലത്തെ
വസ്തുക്കൾ ഭക്ഷണ സാധനങ്ങളിലാണ്. അപ്പൊ അത് കഴിക്കുമ്പോൾ നമുക്ക് അലർജി ഉണ്ടാവും. അപ്പൊ എല്ലാ തൈറോയ്ഡ് പേഷ്യൻസും ഗോതമ്പ് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ സിലിയാക് ഡിസീസ് ഉള്ള ആൾക്കാര് ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രൊഡക്ട്സ് ഗ്ലൂട്ടൻ പ്രൊഡക്ട്സുകൾ അവർ അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത് തൈറോയിഡും വേണം സീലിയാക് ഡിസീസും ഒരുമിച്ച് വരുന്ന ആളുകൾക്ക് മാത്രമാണ് അത് ഒഴിവാക്കേണ്ടതുള്ളൂ. ഓക്കെ, പിന്നെ അയഡൈൻ ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കാനായിട്ട് നന്നായിട്ട് നമ്മൾ അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ നമുക്ക് തൈര് കഴിക്കാം. തൈര് നമ്മുടെ അയഡിൻ കൂട്ടാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തൈര് നന്നായി കഴിക്കാം. പിന്നെ തൈറോയ്ഡ് ഉള്ളവരിൽ HDL കൊളസ്ട്രോള് നല്ല രീതിയിൽ കുറയുകയും LDL കൊളസ്ട്രോൾ കൂടുകയും ചെയ്യും. അപ്പൊ HDL കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് നമുക്ക് നട്ട്സുകളൊക്കെ കഴിക്കാം. ബദാം, വാൾനട്ട്, അതുപോലെ അങ്ങനത്തെ നട്ട്സുകളൊക്കെ നമുക്ക് കഴിക്കാം. എല്ലാതരം നട്ട്സുകളും കഴിക്കാം. ഇനി LDL കൊളസ്ട്രോള് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നുണ്ട്? ഷുഗറും കാർബോഹൈഡ്രേറ്റ്സും അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കുറയ്ക്കുക. അതായത് മധുര പലഹാരങ്ങള്, റൈസ്, ചോറ്, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തൈറോയിഡിന്റെ പ്രവർത്തനങ്ങളും തകരാറിലാവും. അപ്പൊ വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നന്നായി കൊള്ളുക, വെയില് കൊള്ളുക എന്നുള്ളതാണ്. പിന്നെ വേണ്ടത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. പ്രത്യേകിച്ച് ഇലക്കറികള്, ചീര, മുരിങ്ങയില, മത്തനില ഇതൊക്കെ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ റെഡ് മീറ്റ് ഒഴിവാക്കുക. മട്ടൺ, അതുപോലെ ബീഫ്, അതുപോലെ തന്നെ നമുക്ക് പോർക്ക്, ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് തൈറോയിഡിന് ഏറ്റവും നല്ല ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രൂട്ടാണ് ആപ്പിള് എന്ന് പറയുന്നത്. ആപ്പിള് കഴിക്കാം. അതുപോലെ തന്നെ അവക്കാഡോ നല്ല ഫ്രൂട്ടാണ്, തൈറോയിഡിന് ഏറ്റവും നല്ലതാണ്. ഓറഞ്ച് കഴിക്കാം. അപ്പൊ ആപ്പിളില് പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു അടങ്ങിയിരിക്കുന്നുണ്ട്. അത് നമ്മളുടെ ടോക്സിനെ എല്ലാം പുറന്തള്ളും, നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ആപ്പിള് നമുക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ സീഡ്സിലാണെങ്കിൽ പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ സെലീനിയവും സിങ്കും വളരെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സെലീനിയവും സിങ്കും കുറയുമ്പോൾ നമുക്ക് തൈറോയ്ഡ് ഇഷ്യൂസുകൾ ഉണ്ടാവും. അപ്പൊ അത് കൂട്ടാനായിട്ട് നമുക്ക് ഇത്തരം സീഡ്സുകൾ ഉപയോഗിക്കാം. പിന്നെ കിഡ്നി ഷേപ്ഡ് ബീൻസുകളൊക്കെ നല്ലതാണ്. ബീൻസ്, എല്ലാ ബീൻസും നമ്മുടെ തൈറോയിഡിന് നല്ലതാണ്. അതുപോലെ ഗ്രീൻ പീസ്, എല്ലാത്തരം പീസുകളും വളരെ നല്ലതാണ്. അതുപോലെ ഗ്രീൻ ടീ വളരെ തൈറോയിഡിന് നല്ലതാണ്. തൈറോയിഡ് ഉള്ളവർ ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ തവിടുള്ള അരി, ബ്രൗൺ റൈസ് കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. റാഗി നല്ലതാണ്. അതുപോലെ തന്നെ ഓട്സും വളരെ നല്ലതാണ്. അതുപോലെ ഓയിൽസില് ഏറ്റവും നല്ല ഒലീവ് ഓയിലാണ്. അത് നമുക്ക് തൈറോയിഡ് ഇഷ്യൂസിന് ഉപയോഗിക്കാം. തൈറോയിഡ് ഉള്ളവർക്ക് ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുട്ടയൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് ആഴ്ചയിൽ 3 തവണയൊക്കെ നമുക്ക് മുട്ട ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. തൈറോയിഡ് ഉള്ളവർക്ക് മുട്ട ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരാനില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സില് നമ്മൾ മറന്ന ഒരു സംഭവമാണ് പപ്പായ. ഓക്കെ, പപ്പായ നമുക്ക് തൈറോയിഡ് ഉള്ളവർക്ക് കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് വരില്ല. അതുപോലെ തന്നെ എല്ലാതരം വെജിറ്റബിൾസും കഴിക്കാം. വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, തക്കാളി, അതുപോലെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. ഉരുളക്കിഴങ്ങ് തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചോദിക്കാറുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല കേട്ടോ, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തൈറോയിഡ് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഡയറ്റ് എന്ന് പറയുന്നത്. ഒഴിവാക്കേണ്ടതും ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ള ഡയറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.